പൊന്നോ? പൊന്നിനല്ല, മുത്തുലക്ഷ്മിക്ക് വല്ല കത്തും ഉണ്ടോന്നാ ചോദിച്ചത്. കാലം കുറെ ആയാലോ ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട്. നിനക്കൊരു കത്തയക്കാൻ ഈ ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ മുത്തുലക്ഷ്മി? ആരുമില്ലാത്തവരെ പരിഹസിക്കാതെ അല്ല, ഒരു കത്ത് കിട്ടാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ. അങ്ങനെ കത്തില്ലാന്ന് പറഞ്ഞുകൂടാ. എന്റെ മുത്തിന് ഒരു കത്തുണ്ട്. ഞാനിതെഴുതി വേറെ മാറ്റി വച്ചിരിക്കുക. പിന്നെ കൈക്കൊരു വിറയലുള്ളത് കൊണ്ട് ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് കരുതി ഇത്രയും ദിവസം ഒളിപ്പിച്ചു വെച്ചു. വേലാന്തി അണ്ണൻ മുത്തുലക്ഷ്മിക്ക് എഴുതുന്ന ഇംഗിതക്കത്ത്. ഇംഗിതമോ? അതെന്താ അണ്ണ ഇംഗിതമെന്ന് പറഞ്ഞു? ഇംഗിതമെന്ന് പറഞ്ഞ പിന്നെ പറഞ്ഞ ഇംഗിതമെന്ന് പറഞ്ഞ ഇഷ്ടമ. മുത്തുലക്ഷ്മി കത്ത് വായിക്ക്. ഉറക്കമില്ലാത്ത രാത്രികളിൽ നിന്റെ മോഹനരൂപം വായി തോന്നുന്ന ആക്രമണങ്ങൾ എഴുതി പെൺകുട്ടികൾക്ക് കത്ത് കൊടുക്കലാണോ പോസ്റ്റ്മാന്റെ പണി? നിങ്ങൾക്ക് മനസ്സായില്ലേ? എന്നൊക്കെ പോട്ടുക സൗകര്യ. அப்பவே நான் உங்கள்கிட்ட சொல்றிய இவன் பாஸ் ஆகும். ஏன் இவன் ஏன் புள்ளையாச்சு? உங்க புள்ளையாச்சு, அதனாலதான் எனக்கு பயமா இருந்தது. இங்க பாருடி, இவனை ஞானருக்கு கோடிபதியாகும். കോടിപതിയോ? അതടി, ഇവനെ ഞാൻ കോടി ബിസിനസ്സിലേക്ക് ഇറക്കും. കൃഷ്ണന്റെ കോഴിക്കച്ചവടത്തിൽ നടക്കുകയാണോ? மின்னாடி என் புள்ள அதுக்கெல்லாம் அனுப்ப மாட்டேன். உங்களுக்கு அந்த மாதிரி நினைவு இருந்தா மனசுல வச்சுக்குங்க. മോനെ, നിനക്ക് എന്താവാൻ ആഗ്രഹം? എനിക്കൊരു നല്ല മനുഷ്യനാകാനാ മോഹം. അപ്പൊ വിഷ്ണു ഇപ്പൊ മനുഷ്യനല്ലേ? നിന്നോട് ഇവിടെ ആരും ഒരു അഭിപ്രായം ചോദിച്ചില്ല.